കണ്ണ് തുറന്ന് ഞാൻ കണ്ടു. ഞാൻ നോക്കുമ്പോൾ നെഞ്ചിലെ രോമം നിർത്തിയത് ആ പാസ്റ്ററിനെ കണ്ട ഭാഗമാണ്. അപ്പൊ അദ്ദേഹത്തെ കണ്ടു. എന്റെ വീട്ടിലേക്ക് വന്നു. അദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹം എന്നോട് ഇപ്രകാരം പറഞ്ഞു, കുഞ്ഞെ, ഞാൻ വളരെ വൈകിയാണ് നിന്റെ അവസ്ഥയൊക്കെ അറിയുന്നത്. കുഞ്ഞെ, നീ എന്തുകൊണ്ടാണ് എന്നോട് ഇതൊന്നും പറയാതിരുന്നത് എന്ന് എന്നോട് ചോദിച്ചു. ആ സമയത്ത് അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു, നീ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആ ചോദ്യം എന്റെ ഹൃദയത്തിൽ പറഞ്ഞു. ഞാൻ ഇങ്ങനെ തന്നെ ചോദിച്ചു തിരിച്ച്, പാസ്റ്ററെ എന്താ ഈ പറയുന്നത്? ഞങ്ങൾ CSAയിൽ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്നവരും നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചത് പാസ്റ്റർ ഏതർത്ഥത്തിലാണ്? കാരണം എല്ലാ വർഷവും BBSന്, സൺഡേ സ്കൂളിന്, കൊയറിന്റെ പ്രോഗ്രാം, യൂത്തിന് എല്ലാം കർത്താവ് യേശുവിനെ രക്ഷിതാവ് സ്വീകരിച്ചവർ കൈ ഉയർത്താൻ പറയുമ്പോൾ ഞാനും എന്റെ കൂട്ടുകാർ എല്ലാം ചേർന്ന് കൈ ഉയർത്തുന്നു. എന്നാൽ പാസ്റ്റർ പറഞ്ഞതിന് അർത്ഥം ഞാൻ പൂർണ്ണമായിട്ടും ഗ്രഹിച്ചില്ല. അദ്ദേഹത്തിനോട് പറഞ്ഞു, ആ രക്ഷയല്ല ഞാൻ ചോദിക്കുന്നത്. നീ ഒരിക്കൽ എന്റെ കർത്താവിനെ എന്റെ രക്ഷിതാവും നിന്റെ ദൈവം എന്ന് നീ ഏറ്റു പറഞ്ഞാൽ അത് മരണം വരെ അവൻ എന്റെ രക്ഷകനായിരിക്കുമെന്ന് അദ്ദേഹം എന്നെ വീണ്ടും ഓർമ്മപ്പെടുത്തി. പെട്ടെന്ന് ഞാൻ ഹൃദയത്തിൽ ചിന്തിച്ചു, ഇല്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. എന്റെ രക്ഷ എല്ലാ വർഷവുമായിരുന്നു, എന്നാൽ സ്ഥിരമല്ലായിരുന്നു. വാസ്തവമായി എന്റെ യേശുവിനെ എന്റെ ഹൃദയത്തിൽ ഞാൻ കൈക്കൊണ്ടിട്ടില്ല എന്നുള്ളൊരു ബോധ്യം എനിക്ക് ആ സമയത്താണ് ഉണ്ടായത്. അങ്ങനെ ഞാൻ കിടന്നുകൊണ്ട് തന്നെ കാര്യം, കർത്താവെ, എത്ര സമയം പ്രാർത്ഥിച്ചെന്നോ. സത്യം പറഞ്ഞ ഒരു പ്രാർത്ഥനയല്ലായിരുന്നു, അത് ഒരു സംസാരമായിരുന്നു. ഞാനും യേശുവും തമ്മിലുള്ളൊരു സംസാരം. മമ്മി മുറി ചാരിയിട്ട് പോയി ഞാൻ അവിടെ നിന്ന് പറയാൻ തുടങ്ങി, യേശുവെ, എന്റെ കർത്താവെ, ഇതുവരെ ഞാൻ ചെയ്തു കർത്താവെ. എന്നാൽ അതൊരു രക്ഷയല്ലായിരുന്നു. എന്നാൽ ഇന്ന് എന്റെ യേശു ഈ നിമിഷം ഈ കട്ടിലിൽ കിടന്നുകൊണ്ട് എന്റെ രക്ഷിതാവും എന്റെ വീണ്ടെടുപ്പുകാരനുമാണ് ഞാൻ വായും കൊണ്ട് ഏറ്റുപറയുന്നു. എന്റെ ഹൃദയത്തിൽ എന്റെ കർത്താവിന്റെ രക്ഷകനെന്ന് ഞാൻ ഉറപ്പിക്കുന്നുവെന്ന് പ്രാർത്ഥിച്ചു. ഞാൻ എത്ര സമയം അത് സംസാരിച്ചെന്നറിയില്ല. പിന്നെ കുറേ സമയം എന്റെ പാപങ്ങൾ, എന്റെ കഴിഞ്ഞകാലം, എന്തെങ്കിലും കർത്താവ് എനിക്ക് എന്തെങ്കിലും ഒരു തെറ്റുകുറ്റങ്ങൾ എന്റെ ജീവിതത്തിൽ ഇത്രയും വർഷത്തെ എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് നീ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ 2-ാം ദിവസം വന്നു. അദ്ദേഹം കയറി എന്റെ വീട്ടിലേക്ക് വന്നു. എന്റെ പേരൊക്കെ വിളിച്ചു, ഇപ്പൊ എങ്ങനെയുണ്ട്, സുഖമാണോ എന്ന് ചോദിച്ചു. ഞാൻ തലയാട്ടി. ഞാൻ രക്ഷിതാവായി സ്വീകരിച്ചു എന്ന് അദ്ദേഹത്തോട് വാർത്ത പറഞ്ഞു. ഇത് പറഞ്ഞ ഉടൻ തന്നെ എന്റെ രൂപത്തിന്റെ അവസ്ഥയൊക്കെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. അതിനെ കണ്ടതും എന്നെ പേടിപ്പെടുത്തുന്നതും ഒക്കെ തന്നെ അദ്ദേഹത്തോട് ഞാൻ ഷെയർ ചെയ്തിരുന്നു. എന്നോട് പറഞ്ഞു, കുഞ്ഞെ, ഇന്ന മുതൽ നീ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലാണെന്ന് പറഞ്ഞു. ഇനി നിന്നെ തൊടുവാനോ നിന്നെ കൊല്ലുവാനോ ഒരു ദുഷ്ടമൃഗത്തിനും ഒരു പൈശാചിക അന്ധകാര ശക്തിക്കും സാധ്യമല്ല എന്നോട് ഉറപ്പ് പറഞ്ഞു. ഇന്നു മുതൽ ഈ രൂപത്തെ കാണുമ്പോൾ, നിന്നെ ഭയപ്പെടുത്തുന്ന ഈ ഒരു പൈശാചിക മൃഗത്തെ നിന്റെ മുമ്പിൽ കാണുമ്പോൾ നീ ധൈര്യമായി ഹൃദയത്തിൽ നിന്നുകൊണ്ട് കർത്താവായ യേശുവിന്റെ രക്തം എന്ന് പറയണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. യേശുവിന്റെ രക്തം പറയണം എന്ന് ഞാൻ അത് കേട്ടു. തലയാട്ടുകയാണുണ്ട്. കുറച്ച് വചനമൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. സൗഖ്യമാക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചിട്ട് അദ്ദേഹം വീണ്ടും പ്രാർത്ഥിച്ചിട്ട് കടന്നുപോയി. അങ്ങനെ പിറ്റേ ദിവസമായി. അന്ന് ഞാൻ സമാധാനത്തോടെ രാത്രി ഉറങ്ങി. പിറ്റേ ദിവസമായി രാവിലെ ഇതുപോലെ വചനം വായിക്കാൻ എത്തിയപ്പോൾ എനിക്ക് വളരെയധികം ബലഹീനയാണെന്ന് എനിക്ക് തോന്നി. എന്നാൽ ഞാൻ മനസ്സിനെ ധൈര്യപ്പെടുത്തി, ഞാൻ ബലഹീനയല്ല, ബലമുള്ളവൻ എന്റെ കരം എന്നെ കരത്തിൽ പിടിച്ചിട്ടുണ്ടെന്നൊരു ഉറപ്പ് എനിക്ക് അവിടുന്ന് ആരോ തന്നു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ആ പ്രാർത്ഥനയിൽ കർത്താവെ, യേശുവിനെ എന്നെ പേടിക്കത്തില്ല, യേശുവിന്റെ രക്തം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പെട്ടെന്ന് രൂപത്തെ എന്റെ മുമ്പിൽ ഞാൻ കാണാൻ തുടങ്ങി. അലർച്ചയോൾ ഞാൻ ഇങ്ങനെ കൊല്ലും, ഇങ്ങനെ ഒരു വർത്താനം പറഞ്ഞു കൊല്ലാൻ വേണ്ടി തന്നെ എന്തോ എന്നോട് വലിയൊരു പൂർവ്വ വൈരാഗ്യം പോലാണ് അതെന്നോട് പെരുമാറിയിരുന്നത്. കൊല്ലുവാനായിട്ട് വന്നപ്പോൾ അന്ന് പറഞ്ഞ ആ പാസ്റ്റർ പറഞ്ഞതും എന്റെ മാതൃ സഹോദരി പറഞ്ഞത് വാക്ക് എന്റെ ഹൃദയത്തിൽ കൂടി ഇങ്ങനെ ഫ്ലാഷ് ബാക്ക് പോലെ കടന്നു വരാൻ തുടങ്ങി. ഞാൻ ഒന്നും പേടിക്കാതെ ഒച്ചത് കർത്താവ് യേശുവിന്റെ രക്തം എന്ന് ഉറക്കെ പറയാൻ തുടങ്ങി. ആശ്ചര്യം എന്ന് പറയട്ടെ, ഒരിക്കലും ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു കാര്യമില്ല. യേശുവിന്റെ രക്തം ഞാൻ പറഞ്ഞ നിമിഷം ഞാൻ നോക്കുമ്പോൾ വലിയൊരു ആത്മീയ വലയും എന്റെ കിടക്കയ്ക്ക് ചുറ്റും എന്നെ പൊതിയുന്നൊരു കാഴ്ച ഞാൻ കണ്ടു. ഞാൻ നോക്കുന്ന സമയത്ത് ഈ രൂപത്തിന്, ഈ പൈശാചിക മൃഗത്തിന് ഒരിക്കലും എന്റെ അടുത്തേക്ക് വരാൻ സാധിച്ചില്ല. ഇത് അടുത്തേക്ക് നീളം തോറും ഈ ആത്മീയ വലത്തിന് ചൂടായിട്ട് അലറി മാറുന്നൊരു കാഴ്ചയാണ് കണ്ടു. വീണ്ടും യേശുവിന്റെ രക്തം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. നോക്കുമ്പോൾ വളരെ വൈരാഗ്യത്തോടെ ഇത് അലറി മാറി എന്ന് പോകുന്ന ഞാൻ കണ്ടു. അന്നത്തെ ദിവസം എനിക്ക് ഒരു ഉറപ്പ് ദൈവം എനിക്ക് തന്നു. ഒന്നാമത്തെ ഉറപ്പ്,
ഒരു ദൈവവൈതല വിശ്വാസം. രണ്ടാമത്തെ ഉറപ്പ്, ദൈവവൈതല വിശ്വാസത്തിൽ എന്റെ ദൈവം അവളുടെ പ്രാർത്ഥന കേട്ടു എന്നൊരു ഉറപ്പ് എനിക്ക് കിട്ടി. പ്രാർത്ഥന കേട്ടിട്ടാണ് എനിക്ക് വേണ്ടി ആത്മീയ വലയം കർത്താവ് എനിക്ക് സംരക്ഷണം തന്നത്. എന്റെ ദൈവം, എന്റെ യേശു എന്റെ പ്രാർത്ഥന കേട്ടു എന്നൊരു ഉറപ്പ് എനിക്ക് ആ നിമിഷം എനിക്ക് കിട്ടുവാൻ സാധിച്ചു. ഞങ്ങളെ കേൾക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ള ഇതാണ്, യേശു ഹൃദയത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന രൂപാന്തരം. അന്നുവരെയും ശാരൻ ഒരു നല്ല ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചുള്ള വ്യക്തിയാണ്. തനിക്ക് ബുദ്ധി കൊണ്ട് യേശുവിനെ കുറിച്ച് എല്ലാം അറിയാം. യേശു വന്നു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റ് പോയി, എല്ലാം അറിയാം. എങ്കിലും ആ യേശു തന്റെ ഹൃദയത്തിലേക്ക് വന്നപ്പോഴാണ് താൻ യഥാർത്ഥമായ ദൈവ പൈതലായിത്തീരുന്നത്. അവരുടെ അതൊന്നും ചെയ്തില്ല. യേശുവേ എന്റെ ഹൃദയത്തിലേക്ക് വരണമേ, യേശുവേ എന്നെ നിന്റെ പൈതലാക്കി തീർക്കണമേ എന്ന് താൻ ആത്മാർത്ഥമായി ദൈവത്തോട് വിളിച്ചപേക്ഷിച്ചു. യേശു തന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി തന്റെ പാപക്കറകളെ കഴുകി തന്റെ ഹൃദയത്തിലേക്ക് വന്നു. ഇങ്ങനെയുള്ള ഈ ശക്തിയിൽ എങ്ങനെ വിടുതൽ പ്രാപിക്കുമെന്ന് അറിയാതെ ഭാരപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ഇറ്റ് ഈസ് സോ സിമ്പിൾ. നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. ഈ പറഞ്ഞതുപോലെ യേശുവിനെ നിങ്ങൾ വിളിച്ചപേക്ഷിക്കൂ. നിങ്ങൾക്ക് വേണ്ടി യാഗമായി യേശു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ ആ യേശുവിന്റെ നാമവും ആ യേശുവിന്റെ രക്തവും വിളിച്ചപേക്ഷിക്കുന്ന മാത്രമേ ബൈബിൾ 91 സങ്കീർത്തനത്തെ പറയുന്ന പോലെ അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവന് ഈ ദൈവം തന്നെയാണ് പരിച. അവൻ തന്നെയാണ് കോട്ട. ആ കോട്ട വലിയ ഈ മതിലാണ്. പിന്നെ നിങ്ങൾക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങളുടെ നെടുവീർപ്പും നിങ്ങളുടെ കണ്ണുനീരും നിങ്ങളുടെ ദൈവം എവിടെ എന്നെ എങ്ങനെ സഹായിക്കുമെന്നുള്ള നിങ്ങളുടെ ചോദ്യത്തിന് മറുപടിയാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ ഞാൻ അനുഭവിക്കുന്നുണ്ടെങ്കിലും മറുഭാഗത്ത് എന്റെ വേദന, എന്റെ രോഗത്തിന്റെ അവസ്ഥ വളരെ ഞാൻ മൂർച്ഛിച്ചുകൊണ്ടിരുന്നു. എനിക്ക് സഹിക്കാവുന്നതിലപ്പുറമായ വേദന ഞാൻ അനുഭവിച്ചു. ഓരോ ദിവസം കഴിയുമ്പോഴും എന്റെ പേരൻസ് പറഞ്ഞു, ഇനി ഇത് വെച്ചുകൊണ്ടിരിക്കേണ്ട, നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് അവര് വണ്ടി വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് എന്നെ കൊണ്ടുപോയി. അവിടെ ചെന്ന് ഡോക്ടർ പ്രകാരം പറഞ്ഞു, കുഞ്ഞെ ഇനി ഇത് വെയിറ്റ് ചെയ്യണ്ട, എനിക്ക് ഇത്രയും വയ്യാതിരിക്കുന്ന ഈ സിറ്റുവേഷൻ. അങ്ങനെ ഹോസ്പിറ്റൽ ഡോക്ടർ എനിക്ക് 2005 വർഷം ഓഗസ്റ്റ് 9 എനിക്ക് അവിടെ ഒരു സർജറി ഫിക്സ് ചെയ്യാനുണ്ടായത്. അങ്ങനെ ആ സർജറി ഡേറ്റ് ഒക്കെ പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഞാൻ വീട്ടിലേക്ക് വന്നു, സമാധാനത്തോടെ കിടന്നുറങ്ങി. എന്നാൽ ഹൃദയത്തിൽ ആരോ പറയുന്നത് പോലെ ഒരിക്കലും ഒരു ഹോസ്പിറ്റലിൽ കിടന്ന് ഒരു കത്തി എന്റെ ശരീരത്തോടെ കയറ്റി ഒരു സൗഖ്യം എനിക്ക് വേണ്ട. എന്റെ ദൈവം എന്നെ സൗഖ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ജീവിക്കുന്ന ദൈവത്തിന്റെ സൗഖ്യം ഞാൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എന്നെ അവൻ തൊട്ട് സൗഖ്യമാക്കണം. എനിക്കല്ലാതെ ലോകരുടെ മുമ്പിൽ ഒരു സർജറി ചെയ്ത് നോയിനെ സൗഖ്യമാക്കിയെന്ന് പറയാൻ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. ആ ഒരു സൗഖ്യത്തിലല്ല ഞാൻ വിശ്വസിച്ചത്. ഞാൻ വിശ്വസിച്ചത് യേശുവിന്റെ പൂർണ്ണതയുള്ള സൗഖ്യത്തിൽ ഞാൻ ആ നിമിഷം വിശ്വസിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. കർത്താവെ, നീ അറിയുന്നല്ലോ എന്റെ ഡേറ്റ്, സർജറി ഡേറ്റ് അടുത്തുകൊണ്ടിരിക്കും, നീ എനിക്ക് സൗഖ്യം തരണം. ഞാൻ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെയായി എന്റെ അമ്മ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, കുഞ്ഞെ ബ്രഷൊക്കെ ചെയ്യണ്ടേ, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഞാനൊന്നും തലയാക്കിയതുള്ളൂ. എന്നാൽ എന്റെ ഹൃദയം മുഴുവൻ എന്റെ യേശുവിന്റെ സൗഖ്യത്തെക്കുറിച്ചാണ്. ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞു, അപ്പാ ഇപ്പോഴെങ്കിലും എന്റെ യേശു എന്നെ ഒന്ന് തൊടുവാണെങ്കിൽ കർത്താവെ, ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഓപ്പറേഷൻ ടേബിളിൽ പോയി കിടന്ന് ഒരു കത്തി എന്റെ ശരീരത്തിൽ കയറ്റേണ്ട അവസ്ഥ വരത്തില്ല, എന്നെ ഒന്ന് തൊടണേ അപ്പാ എന്ന് ഞാൻ ആ സമയം പ്രാർത്ഥിക്കാൻ തുടങ്ങി. പെട്ടെന്ന് എന്റെ തല കറങ്ങുന്ന പോലെ എനിക്ക് തോന്നി. എനിക്കൊന്നും മിണ്ടുവാൻ കഴിയുന്നില്ല. മിണ്ടിക്കൊണ്ടെന്ന് ഞാൻ പെട്ടെന്നൊരു നാവൊക്കെ കുഴഞ്ഞു പോകുന്നൊരു അവസ്ഥയിലേക്ക് വന്നു. ഒന്ന് ചോദിച്ചു, മോളെ എന്താ വെള്ളം വേണോ? നമുക്ക് വെള്ളമൊന്നും വേണ്ട, ഇങ്ങനെ കാണിച്ചു. എനിക്കൊന്നും വേണ്ട. പക്ഷെ എനിക്ക് വല്ലാത്തൊരു സ്റ്റേജിലേക്ക് വന്നു. എന്റെ മമ്മ എന്റെ തല കറങ്ങുന്നെന്ന് പറഞ്ഞു. അങ്ങനെ മോളെ നീ കിടന്നോ, നീ എഴുന്നേൽക്കണ്ട, കുറച്ച് കഴിഞ്ഞാൽ നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. അത്രമാത്രം പിന്നെ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ നോക്കുന്ന അവസ്ഥയിൽ പെട്ടെന്ന് തല കറങ്ങി തീർത്തും അബോധാവസ്ഥ, ഒരു അൺകോൺഷ്യസ് ആയി മാറുന്നൊരു സ്റ്റേജിലേക്ക് ഞാൻ വന്നു. പിന്നെ ഞാൻ കാണുന്നതും ഒന്നും എനിക്ക് പുറമെ എന്റെ അമ്മയോ എന്റെ ഫാദറിനെയോ എന്റെ മദറിനെയോ അല്ല എന്റെ ചുറ്റുമുറ്റുന്ന ആരൊക്കെയാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. എന്തോ ഒരു ലോകത്ത് എത്തിപ്പെട്ട പോലെ ഞാൻ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് ഞാൻ തീർത്തും ഞാൻ മാറി. പിന്നെ ഞാൻ കാണുന്നത് എനിക്ക് ചുറ്റും അഗ്നി വലയം എനിക്ക് കാണാം. ഞാൻ നോക്കുമ്പോൾ ഈ രൂപം എന്നോട് പറയുന്നു,
നിന്നെ ഈ ആയുസ് തീരുക, ഞങ്ങൾ നിന്നെ കൊന്നിട്ടേ മാറത്തുള്ളൂ എന്ന് പറയുന്നതും കേട്ടു. ഈ സമയം ഇത് കേട്ടപ്പോഴേക്ക് വളരെ ശക്തിയോടെ ഉച്ചത്തിൽ തന്നെ യേശുവെ 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 ഞാൻ ഉറക്കെ വിളിക്കാൻ തുടങ്ങി. അബോധാവസ്ഥയിൽ കിടന്നുകൊണ്ട് എങ്ങനെ ഒച്ചത്തിൽ വിളിച്ചു, എത്ര ഒച്ച വന്നൊന്നും എനിക്കറിയില്ല. ഞാനത് കണ്ട മാത്രം എന്നെ ഒച്ചത്തിൽ ഞാൻ വിളിക്കുവാൻ, യേശു യേശു എന്ന് വിളിക്കുവാൻ തുടങ്ങി. അതെല്ലാം ഞാൻ അത് കണ്ടുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഈ വിളിച്ച മാത്രം ഞാൻ നോക്കുമ്പോൾ വലിയൊരു തേജസ്, ഒരു വെളിച്ചം എന്റെ അരികിലേക്ക് ഇറങ്ങി വീഴുന്നത് ഞാൻ കണ്ടു. പെട്ടെന്ന് ഞാൻ ആശ്ചര്യപ്പെട്ടു. ഞാൻ കാണുന്ന സ്വപ്നമാണോ? അല്ല, സ്വപ്നമല്ല, ഞാൻ കാണുവാണ് ഒരു വെളിച്ചം. ഞാൻ നോക്കുമ്പോൾ വെള്ള വസ്ത്രമാണ് മനോഹരമായ ഒരു വ്യക്തി ഇറങ്ങി നിൽക്കുന്ന ഞാൻ കണ്ടു. ഏകദേശം 7 അടി പൊക്കമുണ്ടായിരുന്നു ഈ വ്യക്തിക്ക്. ഞാൻ നോക്കുമ്പോൾ മനോഹരമായ സ്വർണ്ണ തലമുടി തോളോട് ചേർന്ന് ഒഴുകിയിരുന്ന സ്വർണ്ണ തലമുടി ഈ വ്യക്തിക്കുണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോൾ നല്ല നീല കണ്ണുകളായിരുന്നു ഈ വ്യക്തി. കാഴ്ച നല്ല സുന്ദരമെന്ന് തോന്നിക്കുന്ന ഒരു വ്യക്തി എന്റെ മുമ്പിൽ നിൽക്കുന്നു. എന്നാൽ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ കണ്ടത് കൈ ഊരിപ്പിടിച്ച വാളുണ്ടായിരുന്നു ഈ വ്യക്തിയുടെ. ഞാൻ നോക്കുമ്പോൾ ഇടത്തും വലത്തും ഇരുകാല മൂർച്ചയുള്ള വാൾ ഈ വ്യക്തിയുടെ കയ്യിൽ പിടിച്ചിരുന്നു ഞാൻ കണ്ടു. എന്നാൽ എന്നോട് ഒന്നും സംസാരിക്കാതെ പെട്ടെന്ന് തിരിഞ്ഞ് എന്നെ ഇത്രയും നാൾ ഭീഷണിപ്പെടുത്തിയ, എന്നെ കൊല്ലുവാൻ പേടിപ്പിച്ചിരുന്ന ആ ദുഷ്ട മൃഗത്തെ, എന്റെ ആയുസ്സിനെ വില പറഞ്ഞുകൊണ്ടിരുന്ന ആ പൈശാചിക രൂപത്തിൽ ഓരോ നിമിഷം കൊണ്ട് തന്റെ ഊരിപ്പിടിച്ച വാളുകൊണ്ട് വീശി വെട്ടുന്ന ഞാൻ കണ്ടു. ഞാൻ നോക്കുമ്പോൾ ഓരോ നിമിഷം കൊണ്ട് അത് ചിന്ന ഭിന്നമായി തകർന്നു പോകുന്നു ഞാൻ കണ്ടു. സ്തോത്ര, ആ നിമിഷം ഞാൻ കണ്ട ആ കാഴ്ച, അയ്യോ, ഞാൻ അറിയാതെ യേശുവിനെ വിളിക്കാൻ തുടങ്ങി. എനിക്ക് ഒരു കാര്യം ബോധ്യമായി, ഒരിക്കലും ഈ വ്യക്തി എന്റെ ദോഷത്തിന് വന്നതല്ല. കാരണം ഇത്രയും എന്നെ ഭീഷണിപ്പെടുത്തിയ, എന്റെ ആയുസിന് വില പറഞ്ഞ ആ രൂപത്തെയാണ് ആ വ്യക്തി വെട്ടിയെന്ന് എനിക്ക് മനസ്സിലായി. തിരിഞ്ഞു നോക്കി എന്നെ മനോഹരമായി എന്നെ നോക്കി പുഞ്ചിരിച്ചു. ആ ചിരി കണ്ട് എന്നോട് ഇപ്രകാരം പറഞ്ഞു, കുഞ്ഞേ, ഇപ്പോൾ കൃപായുഗമാ, നിനക്ക് കൃപ ലഭിക്കട്ടെ എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ എന്താണ് ഈ കൃപയെന്നോ എന്താണ് ഈ കൃപായുഗമെന്നോ എനിക്ക് സത്യമായി അറിയില്ലായിരുന്നു. എന്നാൽ ഞാൻ എല്ലാം കേട്ടുകൊണ്ടിരുന്നു. എന്നോട് പറഞ്ഞു, എന്റെ പേര് മീഖായേൽ എന്നാകുന്നു, സ്വർഗത്തിൽ നിന്ന് വന്ന ദൂതനാകുന്നെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വചനം പറയുന്നു, നിന്റെ എല്ലാ വഴികളിൽ നിന്നെ കാക്കേണ്ടവൻ അവൻ നിന്റെ ദൂതനോട് കൽപ്പിക്കുമെന്ന് പറഞ്ഞു. അയ്യോ, ആ ദൂതൻ എനിക്ക് വേണ്ടി ദൈവം കൽപ്പിച്ചു. ആ ദൂതൻ എനിക്ക് വേണ്ടി ഇറങ്ങി വന്നെന്നുള്ള ആ ഒരു വാക്ക്, മീഖായേൽ ദൂതനാന്ന് പറഞ്ഞപ്പോൾ, അയ്യോ, വാസ്തവത്തിൽ എനിക്ക് അറിയത്തില്ല. അയ്യോ, ഞാൻ അനുഭവിച്ച ആ സന്തോഷമാക്കി അടുക്കൽ കിടന്നുകൊണ്ട്. ബൈബിളെല്ലാം നമ്മൾ വായിക്കുന്നത് എപ്പോഴും ശത്രുവിനെ തോൽപ്പിക്കാൻ വരുന്ന മീഖായേല. തീർച്ചയായും അതുകൊണ്ട് ഈ ശത്രുവിനെ തോൽപ്പിക്കാൻ ദൈവം മോക്ക് വേണ്ടി മീഖായേലിനെ പറഞ്ഞയച്ചു. തീർച്ചയായിട്ടും ആ വചനം അവർ ഞാൻ ഉറപ്പിച്ചു. ഇതൊക്കെ വചനത്തിൽ പറയുന്ന മാത്രമല്ല, ദൈവം പ്രവർത്തിക്കുന്നവനാണ്. അവൻ പ്രവർത്തിയിൽ ഭയങ്കരനാണെന്നുള്ളൊരു ഉറപ്പ് എനിക്ക് ആ നിമിഷം എന്റെ അനുഭവത്തിൽ കൂടെ കർത്താവ് എനിക്ക് തരും. ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. തീർച്ചയായിട്ടും. ആ സമയത്ത് ഞാൻ പിന്നെ കാണുവാണ്, ദൂതനോട് ഇപ്രകാരം പറഞ്ഞു, നീ എഴുന്നേൽക്കാൻ പറഞ്ഞു. ആ വാക്ക് അത് നിസ്സാര വാക്കാണ് നമുക്ക് തോന്നുമെങ്കിൽ ആ വാക്കിന് ഒരു അതോറിറ്റിയുടെ ഒരു വോയിസ് ആണ്. നീ എഴുന്നേൽക്കുക. ആരും എഴുന്നേറ്റ് ആ വാക്കിന് മുമ്പിൽ. അപ്പൊ ഞാൻ എഴുന്നേറ്റു. ആ എഴുന്നേക്കുന്ന അവസ്ഥ ഞാൻ കണ്ടത്, എന്റെ കയ്യിന് കൈ വലിച്ചതായത് കയ്യിന് കൈ പറിച്ചു മാറ്റുന്ന പോലൊരവസ്ഥ, എന്റെ മുഖത്തോട് മുഖം അടർന്ന് മാറ്റുന്ന പോലൊരവസ്ഥ. ഞാനറിയാതെ എന്നെ ഒരു വ്യക്തി എഴുന്നേറ്റ് നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടു. ഞാൻ നോക്കുമ്പോൾ ഞാൻ കിടക്കുന്ന എനിക്ക് കാണാം. എന്റെ അമ്മ, എന്റെ പപ്പ, അവരെ എനിക്ക് കാണാം. പക്ഷെ ഞാൻ നിൽക്കുന്നു, എന്നാൽ ഞാൻ കിടക്കുന്നു. ഇനി എന്താ എനിക്ക് സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലായത്. ഒരു ഗ്ലൗസ് ഊരി മാറിയ പോലൊരു ഫീലിംഗ്. ആ സമയത്ത് എനിക്ക് അറിയത്തില്ലായിരുന്നു എന്താണ് എനിക്ക് സംഭവിക്കുന്നത്, എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. ഈ ഗ്ലൗസ് ഒരു സമയത്ത് ശരീരത്തിന് ആത്മാവേർ വരുന്നു. തീർച്ചയായിട്ടും ഇതെന്താണെന്ന്, ഈ എക്സ്പീരിയൻസ് എന്താണെന്ന് എനിക്ക് ആ സമയം മനസ്സിലാക്കാൻ സത്യമായും സാധിച്ചിരുന്നില്ല. പിന്നെ ഞാൻ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ദൂതൻ എന്റെ കയ്യിൽ പിടിച്ചു. പെട്ടെന്നായിരുന്നു അന്തരീക്ഷം ആകെ മാറി. ഞാൻ ഇതുവരെ വേദനയുടെ അന്തരീക്ഷത്തിൽ നിന്നെങ്കിൽ ഞാൻ വീണ്ടും കാണുന്നത് ഒരു നല്ല ഒരു കാം ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയർ ഞാൻ ചെന്നെത്തിപ്പെട്ടു. അതെവിടാണ് നമുക്ക് മനസ്സിലായോ?
ഇല്ല. ആദ്യം എനിക്ക് മനസ്സിലായില്ല. ഞാൻ നോക്കുമ്പോൾ അവിടെ ആകെ വെള്ളം മഞ്ഞ് ഒഴുകുന്ന ഞാൻ കണ്ടു. ഞാൻ നോക്കുമ്പോൾ ആ ഒരു അവസ്ഥ എനിക്ക് പെട്ടെന്ന് ഞാൻ നടക്കുന്നുണ്ട്, എന്നാൽ ഞാൻ നടക്കുമല്ല, ഒഴുകി പോകുകയാണെന്ന് എനിക്ക് മനസ്സിലായി. പെട്ടെന്ന് എനിക്ക് തോന്നി ഈ നിലമൊന്ന് ആ ഒരു ഫ്ലോർ ഒന്ന് കാണണമെന്ന് എനിക്ക് മനസ്സിലായി. പെട്ടെന്ന് ഞാൻ ആ വെള്ളം മഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ ഞാൻ നിലത്തേക്ക് നോക്കുമ്പോൾ ഞാൻ ആശ്ചര്യപ്പെട്ടു. കണ്ടെത്താ സ്വർണ്ണ നിറത്തിലുള്ള വീതി ഞാൻ കാണാനിട്ട് എന്റെ സംശയത്തിന് ഉത്തരം പോലെ ദൂതനോട് ഇപ്രകാരമാണ്, കുഞ്ഞെ നീ വചനത്തിൽ വായിച്ചിട്ടില്ലയോ, ഇതാണ് തങ്ക തെരുവീൽ എന്നോട് പറയാൻ കൂടി. അങ്ങനെ തങ്ക തെരുവിൽ കൂടെ നടക്കുവാനൊരു ഭാഗ്യം